Hello, good morning. Good morning. Perhaps start ചെയ്യാം. Okay. Hello, a very good morning to all of you. ഏവരിലും ഗുഡ് മോർണിംഗ്. സർവശക്തന്റെ രക്ഷയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇങ്ങനെയൊരു അവസരം നമുക്ക് ഒരുക്കി തന്ന വിംബിൾ അക്കാഡമിയെയും അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ഫൈസൽ സാറേയും ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു മോർണിംഗ് സർക്കിളിൻ്റെ കോർഡിനേറ്റർ സജിന മാം ഈ ഒരു സമയത്ത് മിക്ക ആളുകളും കിടന്നിറങ്ങുന്ന ഈ ഒരു സമയത്ത് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാനായി കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ കുറച്ചും കൂടി ഒന്ന് ഇൻറ്ററാക്റ്റീവ് ആയിട്ട് ഇത് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഈ ഒരു സമയമാണ്. നമ്മുടെ വിഷയം ഈസ്റ്റർലിൻ പാരഡോക്സ് വേഴ്സസ് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ്. അതിൽ ആ ഫസ്റ്റ് പാർട്ട് ഈസ്റ്റർലിൻ പാരഡോക്സ് എന്നുള്ളത് ഇന്നലെ നമ്മൾ ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതിനെപ്പറ്റി? ഓക്കെ ഓക്കെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. കേട്ടിട്ടുണ്ട് അതിനുശേഷം സാർ. നമ്മളെ ഗ്രൂപ്പ് മുമ്പ് കേട്ടിട്ടുണ്ടോ സാറേ? അതെ അതെ. ആ, ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. പിന്നെ ഏതായാലും സാറിൻ്റെ കൂടെ ഒരു കൂടുതൽ ഇൻട്രാക്ഷൻ വിഷയത്തിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷനിലേക്ക് വരാം. അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള റിച്ചാർഡ് ഈസ്റ്റർലി അദ്ദേഹം ഒരു ഫോർമുല, ഒരു തിയറി പറയുകയാണ്. അദ്ദേഹം പറയുന്ന തിയറി ഇത്രയേ ഉള്ളൂ: ഒരു വ്യക്തി അദ്ദേഹത്തിന് ഇൻകം കിട്ടുമ്പോൾ അയാളുടെ ഹാപ്പിനെസ് കൂടും. എന്നാൽ ഒരു നാഷൻ, ഒരു രാജ്യം അവരുടെ ഇൻകം ഗ്രോത്ത് വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ആനുപാതികമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് അവിടെ കൂടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം. ഞാനൊരു അക്കാഡമിക് ലെവലല്ലാതെ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അതായത് ഹാപ്പിനെസ്സും എക്കണോമിക്സും, ഐ മീൻസ് മണി ആൻഡ് ഹാപ്പിനെസ്, ഇത് രണ്ടിനും കൂടെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ റിച്ചാർഡ് ഈസ്റ്റർലിൻ പറഞ്ഞ ഒരു തിയറിയാണ്. 1974 അദ്ദേഹം ഇത് കോയിൻ ചെയ്യുന്നത്, ഈ ഒരു തിയറി കോയിൻ ചെയ്യുന്നത്. അദ്ദേഹം അറിയപ്പെടുന്നത് അമേരിക്കയിലെ എന്താ പറയുക, ഫാദർ ഓഫ് ഹാപ്പിനെസ് എക്കണോമിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. സൗത്ത് കരോലിന യൂണിവേഴ്സിറ്റിയിലെ ലോങ് ടേം പ്രൊഫസറൊക്കെ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക്. ഈ പറഞ്ഞ സെക്കൻഡ് പാർട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം നമ്മളും പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടുകയാണ്. ആ ഗവൺമെൻറ് ജോലി കിട്ടുന്ന സമയത്ത് ആദ്യമായിട്ട് നമുക്ക് നമ്മൾ കിട്ടിയെന്ന് അറിയുന്ന ഒരു സമയത്തുള്ളൊരു സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ജോലി കിട്ടി കുറച്ച് കാലം, ഒരു 1-2 മാസമൊക്കെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ മാസങ്ങൾ മുന്നോട്ട് പോകും. ആ ഫസ്റ്റിലുള്ള സന്തോഷവും അതുപോലെ ആ ഒരു എന്താ പറയുക, അവസ്ഥയൊക്കെ, ആ ഒരു പുതുമയൊക്കെ, നമുക്ക് എക്സൈറ്റ്മെൻ്റ് ഒക്കെ തുടർന്ന് ഉള്ള മാസങ്ങൾ കിട്ടാറുണ്ടോ? ഇതുപോലെ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഈ രീതിയിൽ നല്ലൊരു പുതിയൊരു ജോബ് കിട്ടിയൊരു കരിയറിലേക്കൊക്കെ വന്ന്, അതായത് ഈ കരിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകം, മണി. കാരണം ഇദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്കണോമിക്സ് പ്രൊഫസറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇൻകം അല്ലെങ്കിൽ മണി വേഴ്സസ് ഹാപ്പിനെസ് എന്നുള്ളതിലാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച് നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒരു തിയറി കോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം അത് വെച്ചിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ ആളുകളൊക്കെ ആദ്യമായിട്ട് ഒരു പുതിയ ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയൊരു കരിയറിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു സമയവും അത് കഴിഞ്ഞ് പിന്നീട് നമുക്കുണ്ടായിരുന്ന ആ ഒരു അവസ്ഥ, ആരെങ്കിലും 1-2 പേരൊന്ന് ഷെയർ ചെയ്യോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തുകൊണ്ടൊന്ന് പറയാനേ സന്തോഷം. ശരിയാണ് സാർ, നമുക്ക് ഒരു പുതിയ ഇൻകം വരുമ്പോ അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കുറച്ച് ദിവസമൊക്കെ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ആയിരിക്കും. പിന്നെ നമ്മളത് ചിലപ്പോ മറന്നു പോകും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, പിന്നെ ഇനി എല്ലാവർക്കും
റിലേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് മൊബൈൽ നിങ്ങൾ വാങ്ങിയ ഒരു രംഗം ഓർമ്മയുണ്ട? ആദ്യമായി മൊബൈൽ ഇപ്പൊ ഈ ജനറേഷനിലൊക്കെ ആദ്യമായിട്ട് നമ്മൾ ആ ചെറിയ സെൽഫോൺ അത് കിട്ടിയ ആ അവസ്ഥ നമുക്ക് ഓർമ്മയുണ്ടാവും. ഇച്ചിരി കൂടി നമ്മളൊരു ആൻഡ്രോയിഡ് ഫോൺ നമ്മുടെ കയ്യിൽ ആദ്യമായി കിട്ടിയ ഒരു സംഭവം, അത് ആരെങ്കിലും ഒന്ന് പറയോ? അപ്പോഴത്തെ ഒരു എക്സൈറ്റ്മെന്റും അതുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാ അത് കൊണ്ടുവരുന്നത്? അതിനെ വളരെ കെയർഫുൾ ആയിട്ട് വെച്ചു. കവറ്, പിന്നെ അതിനായിട്ടൊരു ബാഗ്. സോ ആ രീതിയിൽ വളരെ കെയർഫുൾ ആയിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വർക്ക്ഔട്ട് ചെയ്തിട്ട് അതിൽ എല്ലാ കാര്യങ്ങളും, വീഡിയോസ്, ഫോട്ടോസ്, പിന്നെ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ ആയിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് സർ. ഓക്കെ, താങ്ക് യു ചന്ദ്ര മാം. എന്നിട്ട് അതൊരു ഒരു 2-3 ആഴ്ച, ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പം ആ രഹസ്യങ്ങളൊന്ന് പറയാം. പിന്നെ അത് വളരെ കോമൺ ആയി സർ. അതിന് വലിയ അവിടെ ഇവിടെയും ഇടും, പിന്നെ ശ്രദ്ധിക്കില്ല. പിന്നെ നെക്സ്റ്റ് ലെവൽ അതിനേക്കാൾ ഹയർ മോഡലിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി. കുറച്ചുകൂടെ ബെറ്റർ ഫെസിലിറ്റീസും ബെറ്റർ ഹൈടെക് ആയിട്ടുള്ള രീതിയിലേക്ക് തോട്ട് പ്രോസസ് പോയി സർ. ഓക്കെ ചന്ദ്ര മാം, ഇത് തന്നെയായിരിക്കും ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടായിരുന്നാവും അല്ലെ? ആദ്യമായിട്ട് നമ്മൾ കിട്ടുന്ന ഒരു പിന്നെ ഇപ്പൊ ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം, ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറഞ്ഞത് സാധാ ജാവ അതിൽ നിന്ന് മാറി ഒരു ആൻഡ്രോയിഡിലേക്ക് മാറുമ്പോൾ നമ്മൾ പുതിയൊരു പിന്നെ ലോകത്തേക്ക് കിടക്കുവാണ്. അത്രയും എക്സൈറ്റഡ് ആണ് നമ്മൾ. അപ്പൊ അങ്ങനെ നല്ലൊരു ഫോൺ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറയുകയാണെങ്കിൽ ഒരു ലേറ്റസ്റ്റ് ഐഫോൺ വാങ്ങാന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഇതേപോലെ നമുക്ക് ആദ്യം ഒരു ഐഫോൺ കിട്ടിയതും അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റും. മാം ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആ ഫസ്റ്റിലൊക്കെ നമ്മൾ ഫുള്ള് ആ ഒരു പ്രത്യേക പാക്കിലോ അല്ലെങ്കിൽ അതിൻ്റെ പെട്ടിയിലൊക്കെ എടുത്ത് വെച്ച് അത്രയും കെയർ ചെയ്ത് താഴെ വീഴാതെ അങ്ങനെ കൊണ്ടു നടന്ന നമ്മൾ പിന്നീട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബെഡിലേക്ക് വലിച്ചെറിയുന്ന ആ ലെവലിലേക്ക് അതായത് അതേ സാധനം തന്നെയാണ്, പക്ഷേ ആഴ്ചകൾ, ഒരു മാസമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് കാലം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിനോടുള്ള ആ ഒരു പുതുമ അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ഇത് നഷ്ടപ്പെടുകയാണ്. ഇത് നമുക്ക് നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈസ്റ്റർലിൻ പാരഡോക്സ് നമുക്കറിയാം. പാരഡോക്സ് എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം നമുക്ക് അറിയാവുന്ന, എനിക്ക് തോന്നുന്നു നമ്മൾ റൌസ് സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യോ പാരഡോക്സിനൊന്ന് പറയാൻ? സോറി, മ്യൂട്ടായിരുന്നു. പാരഡോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന വിചാരിക്കുന്ന കാര്യം അങ്ങനെയല്ല. അതിനാണ് പൊതുവിൽ പാരഡോക്സ് എന്ന് പറയാറ്. അതെ അതെ, നമ്മൾ പറയുന്നതിൽ തന്നെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ആ ഈസ്റ്റർലിൻ പാരഡോക്സ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. അതായത് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൊസർ പറഞ്ഞ പോലെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവിടെ തന്നെ വരിക. അത് നമ്മളെ പറയുന്നതിൽ തന്നെ അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു എക്സാമ്പിളാണ്, ഞാൻ എപ്പോഴും കളവ് പറയുന്ന ആളാണ്. ഞാൻ വായ തുറന്നാൽ കളവേ പറയൂ. ആ ഒരു വാക്ക് അത് എങ്ങനെയാണ് പാരഡോക്സ് ആവുക? പറഞ്ഞത് ഒരു കളവാണല്ലോ, പക്ഷെ അത് കളവാണെങ്കിൽ അത് സത്യമാവണം. വെരി ഗുഡ് സർ, താങ്ക് യു സർ. അതായത് ഇപ്പം ഞാൻ എപ്പോഴും കളവ് പറയുന്ന ആളാണ് എന്ന് ഞാൻ പറയുമ്പോൾ, ഞാൻ സ്ഥിരമായി വായ തുറന്നാൽ കളവ് പറയുന്ന ആളാണെങ്കിൽ ആ പറയുന്നത് സത്യമാണ്. അപ്പം ആ പറയുന്നത് സത്യമാണ്. ഞാൻ എപ്പോഴും കളവ് പറയൂ എന്നുള്ളത് സത്യമാണ്. അപ്പം അതായത് കളവ് മാത്രമേ പറയൂ എന്ന് പറയുന്നത് അവിടെ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്തു. ഞാൻ അവിടെ ഒരു സത്യം പറഞ്ഞു. ഇതുപോലെയാണ് നമ്മൾ ഇതിലേക്ക് ഈസ്റ്റർലിൻ പാരഡോക്സിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് പാരഡോക്സ് ആവുന്നതാണ് ഞാൻ എക്സ്പ്ലെയിൻ ശ്രമിക്കുന്നത്. നമുക്ക് ഒരു വ്യക്തിയുടെ ഇൻകം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ എക്സൈറ്റഡ് ആണ്, ഹാപ്പിനെസ് കൂടും. ഓക്കെ, പക്ഷേ അത് മുന്നോട്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നെ ഇപ്പം ഒരു വ്യക്തിക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ എന്താവണം, അതായത് ഇപ്പം ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ് തുടങ്ങി നല്ല വളർച്ചയാണ്. ആ തുടക്കത്തിലൊക്കെ ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു പുതുമ വളർച്ചയിൽ ചെറുതായിട്ട് കാണും. പക്ഷെ അതങ്ങനെ വളർന്ന ഒരു സമയമൊക്കെ എത്തിക്കഴിഞ്ഞാൽ വളരുന്നുണ്ട് എൻ്റെ ബിസിനസ്, പക്ഷെ എനിക്ക് അതിനനുസരിച്ചുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടാവണം, പക്ഷെ അതുണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് സാർ ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ, അത് അനുസരിച്ചുള്ള വളർച്ച ഉണ്ടാവുന്നതാണ്, പക്ഷെ അത് ഉണ്ടാവില്ല.
അതിന് നമ്മൾ ഈസ്റ്ററിൻ ഈ രീതിയിൽ പറഞ്ഞത്, ഒരു വ്യക്തിയുടെ ഇൻകം കൂടുമ്പോൾ അതിനനുസരിച്ച് ആൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവും, എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. പക്ഷെ അതിനനുസരിച്ച് നാഷൻ, ഒരു രാജ്യത്തിന് ഇൻകം കൂടുക. രാജ്യത്തിന്റെ ഇൻകം കൂടുക എന്ന് പറയുമ്പം തീർച്ചയായും വ്യക്തികളുടെ ഇൻകം കൂടുന്നതുകൊണ്ടാണല്ലോ. ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരുപാട് വ്യക്തികളുടെ ഇൻകം അല്ലെങ്കിൽ അവരുടെ ഏർണിങ്സ് കൂടുകയാണ്. സ്വാഭാവികമായിട്ടും അതിന് ആനുപാതികമായിട്ട് എന്ത് ചെയ്യണം, മൊത്തം നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സും കൂടെ കൂടണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ലെവലും കൂടെ കൂടണം. പക്ഷെ അത് കൂടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇസ്റ്റലും പറഞ്ഞത്. ഇതിന് ഞാൻ ഒരു മിനിമം ലെവലിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിളിലൂടെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ഇതിന് കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇതിന് പറഞ്ഞ ഒരു കാരണം ഹെഡോണിക് അഡാപ്റ്റേഷൻ ആണ്. അതായത് വ്യക്തികൾക്ക് ഇത് കൂടുമ്പം മറ്റുള്ളവർക്കും പിന്നെ അതേപോലെ കൂടുകയാണ്. വ്യക്തികൾക്ക് കൂടുമ്പോൾ എന്തുകൊണ്ട് നാഷൻ കൂടുന്നതാണ് അദ്ദേഹം പറയുന്ന ഒന്ന് ഹെഡോണിക് അഡാപ്റ്റേഷൻ. ഇവർ നമ്മളെല്ലാം പറഞ്ഞ പോലെ നമുക്കൊരു കാര്യം കിട്ടുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റും പുതുമയൊക്കെ വരും. പക്ഷെ പിന്നീട് നമ്മൾ അതുമായിട്ട് നോർമലായി മാറും, യൂസ് ദ പാവം. അതായത് നമ്മൾ ആ ഒരു ഹാപ്പിനെസ് ലെവലിലേക്ക് വരും. നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഹോർമോൺ, അല്ലെങ്കിൽ നമ്മൾ ഡോപ്പമിൻ, അതുപോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ നമ്മൾ കുറെ പഠിച്ചതാണ്, ഇന്നലെ വരെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അത് റിലീസ് ചെയ്യും. പക്ഷെ നമുക്ക് ഈ പ്ലഷർ ഹോർമോണും കാര്യങ്ങളുടെ ഒക്കെ അതിൻ്റെ ഒരു വർക്കിംഗ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതൊരു കാരണം ന്യൂറോൺസ് എക്സൈറ്റ് ചെയ്തുകൊണ്ട് അതിനെ നമ്മളെ എന്താ പറയുക ഉത്തേജിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ചെയ്യിപ്പിക്കുന്ന സംഭവമാണ്. അതൊരു പരിധിയിലപ്പുറം ന്യൂറോൺസ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് പിന്നെ റിസപ്റ്റേഴ്സ് അത് ഒരു പരിധിയിലപ്പുറം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അവർ ചെയ്യേണ്ടി വരും, അവർ ക്ഷീണിക്കും, നമുക്കതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ ഒരു റിസപ്റ്റേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തുകൊണ്ട് വരുന്ന പിന്നെ ഒരു സിസ്റ്റമാണ് നമ്മളെ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ വർക്കിങ്ങിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത്രേ നമുക്ക് പിന്നെ ഹാപ്പിനെസ് കൂടാൻ നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആ നമുക്ക് ഇത് പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഇതെല്ലാം ഡെലിവർ ആകുമ്പോൾ അത് പിന്നെ കൂടുതൽ അത് പുറത്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഡൗൺ ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ മെക്കാനിസം നമ്മുടെ ലൈഫ് ബോഡിയിലുണ്ട്. ഇതേപോലെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്കതിൻ്റെ എക്സൈറ്റ്മെന്റ് കുറയുന്നു, പുതുമ കുറയുന്നു, അതിൽ ആ ഒരു എൻജോയ്മെന്റ് കുറയുന്നു. അങ്ങനെ മെല്ലെ നമ്മൾ അതുമായി നോർമൽ ആകുന്നു. പിന്നീട് ഇപ്പൊ മാമക്കോടെ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ഫോൺ കിട്ടി അങ്ങനെ കൊണ്ട് നടന്ന നമ്മൾ പിന്നീട് അതേ ഫോൺ റൂമിലൊക്കെ എത്തുമ്പോൾ ബെഡിലേക്ക് വലിച്ചെറിയുന്ന ലെവലിലേക്ക് എത്താൻ കാരണം എന്താ, നമ്മൾ അതായിട്ട് പിന്നെ അതിനെ പുതുമ നഷ്ടപ്പെട്ടു, നോർമലായി നമ്മൾ യൂസ്ഡ് അപ്പ് ആയി എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഒരു കാരണം. നമ്മൾ ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന് പറയും, അതുമായി അഡാപ്റ്റായി അതിൻ്റെ ആ ഒരു ലെവൽ പിന്നെ ഒരു ഹാപ്പിനെസ് ലെവൽ നമ്മൾ അതിലങ്ങ് നമ്മൾ ഇരുന്നു പോയി. ഇനി നമുക്ക് അതിനപ്പുറം കിട്ടിയാൽ, ഇപ്പം മാമൊക്കെ പറഞ്ഞ പോലെ അതിൻ്റെ ഹയർ ഇത് കിട്ടിയാൽ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഹാപ്പി ആവുള്ളൂ. ഇതേപോലെ നമ്മൾ പിന്നെ ഒരു ജോലി കിട്ടിയാൽ, പുതിയതായി ജോലി കിട്ടുമ്പം ആദ്യം ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്, സാലറി വരുന്നു, നമ്മൾ അതിൻ്റെ പ്ലാനൊക്കെ വരുന്നു, ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്നു. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ലെവലിൽ കിട്ടുക എന്നുള്ളതായിരിക്കും നമ്മുടെ അടുത്ത താല്പര്യം. ഇനി ഇതിന് രണ്ടാമത്തെ ഒരു കാരണം പറഞ്ഞത് നമ്മൾ കമ്പാരിസണാണ്. ഒരു രാജ്യത്ത് ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ അഭിവൃദ്ധിയും പിന്നെ ഇൻകം പിന്നെ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ എന്നെ പോലെ എൻ്റെ നൈബറിനും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇൻകം കൂടുകയാണ്. സ്വാഭാവികമായിട്ടും ഞാൻ അവരിലേക്കാണ് നോക്കുന്നത്. അവരിലേക്ക് നോക്കുമ്പം സ്വാഭാവികമായിട്ടും അവർക്കും എന്നെ പോലെ വളർച്ച ഉണ്ടാകുമ്പോൾ എനിക്കെന്തില്ല, നമുക്ക് അതൊരു ഹാപ്പിയായിട്ട് തോന്നുന്നില്ല, ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മൾ കമ്പാരിസണിലൂടെ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പിന്നെ നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെന്റും നമ്മുടെ ഹാപ്പിനെസ്സും ഒക്കെ അവിടെ ഡൗൺ ആവുന്നു എന്നുള്ളതാണ് നമ്മൾ ഇദ്ദേഹം പറയുന്നത്. ഇത് നമ്മുടെ തന്നെ ഇതിലെടുത്ത് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു പുതിയൊരു മൊബൈൽ, ഒരു ഐഫോണായിട്ട് നമ്മൾ വർക്ക് പ്ലേസിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് എവിടെ നമ്മൾ വരികയാണ്, നമുക്കത് സ്വാഭാവികമായിട്ടും അത് കാണിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും. കാരണം എന്താ, നമുക്കറിയാം ബാക്കിയുള്ള കാലിലൊക്കെ സാധാരണ ആൻഡ്രോയിഡ് ഫോൺ ആണുള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ ഐഫോണിന്റെ ലേറ്റസ്റ്റ് നമ്മൾ വരുമ്പോൾ മറ്റുള്ളവർ ചോദിക്കണം, അതെപ്പോൾ വാങ്ങി, എന്താണ് ആ ഒരു ഇതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ അതായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ ഇതേ നമ്മൾ ഇതായിട്ട് വരുമ്പോൾ തൊട്ടടുത്ത ദിവസം ഇതിനേക്കാൾ അഡ്വാൻസോ അല്ലെങ്കിൽ ഇതോ മറ്റൊരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതോടെ നമ്മളെ ഇത് തീർന്നു. ഓഫീസിൽ എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിൽ എല്ലാവർക്കും ഇതേ ഫോൺ വന്നു കഴിഞ്ഞാൽ അതോടുകൂടി പിന്നെ ആർക്കും അതിലൊരു എക്സൈറ്റ്മെന്റും ഇല്ല, ഒന്നുമില്ല, തീർന്നു. അതായത് മറ്റുള്ളവരെ നമ്മൾ കമ്പയർ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഉണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇല്ലാതാവും എന്നുള്ളതാണ്. മൂന്നാമത്തത് ഇദ്ദേഹം പറയുന്നത് നമ്മുടെ എക്സ്പെക്ടേഷൻസ് കൂടും. ഇപ്പോൾ എനിക്കൊരു പുതിയ ജോലി കിട്ടി, ആ ജോലി കിട്ടി ഞാൻ ആ ജോലിയിലേക്ക് ഇറങ്ങി, ഞാൻ പിന്നെ ആദ്യമൊക്കെ പിന്നെ എനിക്കൊരു ശമ്പളം ഉണ്ടാവും. അപ്പം ആദ്യമായി കിട്ടുമ്പോൾ ഭയങ്കര ആ ഒരു
സാലറി ഒക്കെ കിട്ടുന്ന സമയത്ത് ഭയങ്കര ആ ഒരു മെസ്സേജ് വരുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ അത് കഴിഞ്ഞ് 1-2 മാസം കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലെവല് മാറി. അതുവരെ പിന്നെ ഒരു പഴയ സെക്കൻഡ് ഹാൻഡ് ബൈക്കായിട്ട് വന്നിരുന്ന നമ്മൾ ഉടനെ പുതിയൊരു ബൈക്കിന് ബുക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ EMI എങ്ങനെയാണെങ്കിൽ അതങ്ങ് പോകും. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് തോന്നും ഒരു കാറ് വേണമെന്ന് തോന്നും, അപ്പോൾ അത് ബുക്ക് ചെയ്യാൻ തോന്നും. അങ്ങനെ ആ രീതിയിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് അതും അനുസരിച്ച് കൂടും. നമ്മുടെ ഡിമാൻഡുകൾ നമുക്ക് കൊടുക്കുന്ന ചില ഡിമാൻഡുകളൊക്കെ കൂടും. മറ്റുള്ളവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ച ഡിമാൻഡുകളും കൂടും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ അതുവരെ വളരെ ഹാപ്പിയായി സന്തോഷത്തോടെ എക്സൈറ്റഡ് ആയി നമ്മൾ കിട്ടുന്ന ആ സാലറി കാണുമ്പോഴേക്ക് അത് എങ്ങനെ വന്ന് എവിടെ പോയി എന്ന് പോലും നമുക്ക് അറിയാത്ത വിധത്തിലേക്ക് നമ്മൾ തന്നെ ചെയ്തു വെച്ചൊരു കാരണം കൊണ്ട് നമുക്ക് യാതൊരു എക്സൈറ്റ്മെൻറ്റും ഇല്ല, ഒരു ഹാപ്പിനെസ്സും ഇല്ല. നേരെ മറിച്ച് ഇനി എങ്ങനെ കുറച്ച് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ, ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ള ഒരു വെറി മൂഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പോകുന്നു എന്നുള്ളതാണ്. ഈ രീതിയിലൊക്കെ നമ്മുടെ പിന്നെന്താ പറയുക നമുക്ക് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഈസ്റ്റർലിൻ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക. ഓക്കെ, റോസ് സാറ് ഇതിലെന്തെങ്കിലും ഈ വിഷയത്തിൽ താങ്കൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാൻ. അതിൻ്റെ ഒരു സെക്കൻഡ് ലെവൽ ലൈഫ് സാറ്റിസ്ഫാക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ സാർ ഒന്ന് ആഡ് ചെയ്താൽ സന്തോഷം. ഞാന് മുമ്പൊരു ഹാപ്പിനെസ് വേഴ്സസ് പ്ലഷർ എന്ന് പറയുന്ന ഒരു സെഷൻ എടുത്തിരുന്നു. അപ്പൊ അന്നാണ് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തിരുന്നത്. ഒരു കാര്യം എനിക്ക് തോന്നി, നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ ഈ യൂസഫ് അലിയും അല്ലെങ്കിൽ അവരുടെയൊക്കെ ഈ ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോൾ അതിന്റെ പൊതുവിൽ താഴെ വരുന്ന കമന്റുകളാണ് ഇവർക്കൊക്കെ ഇവരുടെ പൈസ മുഴുവൻ എല്ലാവർക്കും വീതിച്ചു കൊടുത്തുകൂടെയെന്ന്, അല്ലേ, അവരുടെ കയ്യിലുള്ള പൈസ. അപ്പൊ നമ്മൾ സത്യത്തിൽ വിചാരിക്കുക അവര് യൂസഫ് അലി അല്ലെങ്കിൽ അംബാനി അവരുടെ കയ്യിലുള്ള പൈസ മുഴുവൻ നമുക്ക് തന്നാൽ നമ്മുടെ ലൈഫ് ബെറ്റർ ആവുന്നതാണ്. പക്ഷെ ഈ പറയുന്ന ഈസ്റ്റർലിൻ പാരഡോക്സ് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ മുമ്പേ ഏത് അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അവിടെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഒരാൾക്കല്ല, ഒരുപോലെ വീതിച്ചു കൊടുത്താൽ. താങ്ക് യു സർ. താങ്ക് യു സർ. അപ്പൊ അതിന്റെ ഒരു ആകത്തൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാണ്ടാവും വിചാരിക്കുന്നു. ഇനി നമ്മളെ ലൈഫ് സാറ്റിസ്ഫാക്ഷനിലേക്ക് വരാം. ഇവിടെ ഈസ്റ്റർലിൻ അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ആണ്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. സ്വാഭാവികമായും അദ്ദേഹം ആ ലെവലിൽ ഇൻകം അല്ലെങ്കിൽ മണി എന്നുള്ള ആ ലെവലിൽ അദ്ദേഹം അത് പറയുള്ളൂ. എന്നാൽ നമുക്ക് ഇപ്പൊ സാറോടെ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ പറയാണ്. ഇപ്പൊ പ്ലഷർ ഹാപ്പിനെസ് എന്ന് പറഞ്ഞല്ലോ, ശരിക്കും പ്ലഷർ ഹാപ്പിനെസ് സാറ്റിസ്ഫാക്ഷൻ അത് നമുക്കൊരു ഹൈറാർക്കിക്കൽ ആയിട്ട് നമുക്ക് അതിനെ പറയാൻ പറ്റും. ഇപ്പോൾ പ്ലഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം ആദ്യമായിട്ട് കിട്ടുമ്പോൾ നമുക്കൊരു പുതിയൊരു ജോലി കിട്ടി എന്ന് നമ്മൾ അറിയുമ്പോൾ ആ ഒരു സന്തോഷം, ആദ്യമായി ജോലിക്ക് പോകുന്ന ഒരു ദിവസം ഉണ്ടാകുന്ന നമ്മളൊരു മൂഡ്, നമ്മൾ പറഞ്ഞ പോലെ ഡോപ്പാമിൻ റിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ ഹൈലി എക്സൈറ്റഡ് ആവുന്ന ആ ഒരു അവസ്ഥ പ്ലഷർ. എന്നാൽ അത് വഴിയെ എന്താ പറയുക, അതൊരു ഡോപ്പാമിൻ മാത്രമല്ല, പിന്നെ ഒരു ഹാപ്പിനെസ് സന്തോഷത്തിലേക്ക് മാറുകയാണ്. ഇച്ചിരി കൂടി ഈ പ്ലഷർ എന്നുള്ളത് വളരെ മൊമെന്ററി ആണെങ്കിൽ ഇച്ചിരി കൂടി ലെങ്തി ആയിരിക്കും നമ്മളെ ഹാപ്പിനെസ് എന്നുള്ളത്, അല്ലേ, കുറച്ചും കൂടി ഉള്ളിലേക്ക് എടുക്കും. എന്നാൽ അതും കഴിഞ്ഞ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോഴേക്ക് അതിൻ്റെ ഒരു ലെവല് കൂടുകയാണ്. സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് എപ്പോഴും ഹാപ്പി ആയിരിക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് നമുക്ക് അതായത് മൊത്തത്തിലുള്ള നമ്മളെ എല്ലാ കാര്യങ്ങളെയും മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ മാനേജ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക. അതായത് ലൈഫ് സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഇപ്പം ലൈഫ് ഹാപ്പി ആയിട്ടുള്ള ഒരാൾ മേ ബി അദ്ദേഹത്തിന് ഒരു സമയത്ത് സൂയിസൈഡ് എല്ലാം ബ്ലോക്കായി എന്ന് കാണുമ്പോൾ സൂയിസൈഡ് ചെയ്യാം, അല്ലേ. നമുക്കറിയാം ഇന്നത്തെ നമ്മളെ കാലത്തെ ആളുകൾ ഇപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ ഒക്കെ പിന്നാലെ പോകുന്ന ആളുകളുടെ അവസ്ഥ എന്താ, അവർ ഈ പ്ലഷർ സീക്കിങ് അല്ലെങ്കിൽ ഹാപ്പി ഒക്കെ തേടി പോവാണ്. അത് ഈ അവസാനം ഡ്രഗ്സിലേക്ക് എത്തിപ്പെടുന്നു. അങ്ങനെ അതിൻ്റെ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈസ്റ്റേൺ പാരഡോക്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. ആദ്യമായി ഒരു സിഗരറ്റ് വലിയിൽ തുടങ്ങിയ ഒരാൾ തൊട്ടടുത്ത ലെവലിലേക്ക് ഹാൻഡ്സ് അതുപോലുള്ള ഇതിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ആൽക്കഹോളിക്കായി മാറുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഹയർ ലെവലിൽ കഞ്ചാവിലേക്ക് പോകുന്നു. അതും കഴിഞ്ഞ് ഇതൊക്കെ എന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് അതൊരു യൂസ് പോകണവന് അത് പോരാ അവർക്ക്. അതിൻ്റെ അടുത്ത ലെവലിലേക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അറിയപ്പെട്ടത് MDMA എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് നമുക്ക് അറിയാത്തത് കൊണ്ട് ഇനി അപ്പുറത്തേക്ക് വല്ലതും വന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്നാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു സമയത്ത് അവിടെയും അവർ യൂസ് ആവും, നോർമലാവും, അവർക്കത് മതിയാവില്ല. കാരണം ഇപ്പോൾ ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്തു, അതിലേക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ടു, ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടു, അങ്ങനെ ഞാൻ ഇളക്കി, അങ്ങനെ പഞ്ചസാര ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഇളക്കുക.
കാരണം ആദ്യമൊക്കെ അതങ്ങ് അലിഞ്ഞ് അതിന് ഡിസോൾവ് ആവും. ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളിങ്ങനെ ഇടുന്ന പഞ്ചസാര അത് ഡിസോൾവ് ആവുന്നില്ല, അത് അടിയിൽ ഇങ്ങനെ അതിങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അത് അടിയാണ്. പിന്നെ നമ്മൾ എത്ര ഇട്ടാലും അതൊരിക്കലും ഡിസോൾവ് ആവില്ല. അതവിടെ പിന്നെ അതായത് ഒരു ത്രഷോൾഡ്, അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂയിൽ അപ്പുറത്തേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഡിസോൾവ് ആവില്ല. അല്ലെ? സാച്ചുറേഷൻ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതേപോലെയാണ് നമ്മൾ ചോർത്തോളം, അതായത് അതൊരു സിസ്റ്റമാണ്, അല്ലെ? സയന്റിഫിക് സിസ്റ്റമാണ്. വെള്ളത്തിലൊരു ഒരു സാൾട്ട് ഡിസോൾവ് ചെയ്യാന്നുള്ളത്. ഇതേപോലെ നമ്മൾ എന്നുള്ള നമ്മളൊരു ബോഡി നമ്മളൊരു മനുഷ്യൻ എന്നുള്ള അതിന് താങ്ങാവുന്ന ഒരു ലെവലുണ്ട്. ആ ലെവലിൽ അപ്പുറത്തേക്ക് ഇങ്ങനെ എത്ര കൊടുത്തിട്ടും കാര്യമില്ല. ഇപ്പോൾ നമ്മളൊരു വിശന്നിക്കുന്ന ഒരാൾക്ക് ബിരിയാണി കൊടുത്തു, അയാൾ അടിപൊളിയായിട്ട് തുടക്കത്തിലങ്ങ് ആവശ്യം കഴിച്ചു. പിന്നെ എങ്ങനെ നമ്മൾ എത്ര ഇട്ട് കൊടുത്താലും അയാളുടെ ആവേശം കുറയും, അയാളുടെ ആ ഒരു കഴിക്കുന്ന എൻജോയ്മെന്റ് കുറയും. അത് പിന്നെ എങ്ങനെ അത് നേരെ ഓപ്പോസിറ്റായി മാറും. ഓക്കെ, പിന്നെ എത്ര കൊടുത്തിട്ടും കാലം അയാൾക്കൊരു സമയം നിർത്താൻ വളരെ മടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നിർത്തും. അപ്പം ഇതാണ് നമ്മളൊരു മനുഷ്യൻ എന്നുള്ള ഒരു മനുഷ്യൻ്റെ ആ ഒരു കപ്പാസിറ്റി, ഹാപ്പിനെസ്സും പ്ലഷറൊക്കെ എടുക്കാവുന്ന ഒരു കപ്പാസിറ്റി. അതുകൊണ്ടാണ് നമ്മൾ മതവിശ്വാസത്തിലെ ആളുകൾ പറയുന്നത് അൾട്ടിമേറ്റ് ഇത് ഇവിടെയല്ല സ്വർഗത്തിലാണെന്ന് പറയാൻ കാരണം അതാണ്. ഇവിടെ ഈ ഒരു അവസ്ഥയിൽ ഇതേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ സൂചിപ്പിച്ചത്രേ ഉള്ളൂ, നമ്മൾ എത്ര തന്നെ കൊടുത്താലും അത് ആ ഒരു സിസ്റ്റത്തിന് താങ്ങാവുന്നതിലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അയാൾക്ക് താങ്ങുന്ന ഒരു ഹാപ്പി പ്ലസ് ഇതൊക്കെ അറിയാൻ ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് പഠിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഹാപ്പി പ്ലഷർ ഡിസ്കഷനിലൊക്കെ അവിടെ അത് പറയാറുണ്ട്. അപ്പം അത് പിന്നെ അത്രയും നമുക്ക് താങ്ങാൻ പറ്റില്ല, അതിലപ്പുറത്തേക്ക് കഴിയില്ല. ഓക്കെ, ഇത് ഇൻകം എന്നുള്ളതിനെ മാറ്റി സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിക്കോണമെന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഉള്ളതിൽ തൃപ്തിപ്പെടുക, അല്ലേ? നമുക്ക് എന്താണോ ഉള്ളത് അതിൽ തൃപ്തിപ്പെടുക. ഇപ്പൊ നമ്മൾ കരുതും, ഇപ്പോൾ സാറ് അംബാനി ഇവരൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ വലിയ ബില്യണേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ, അവർ വരുന്നു, ബെൻസിൽ വരുന്നു, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വരുന്നു, അവർ ലേറ്റസ്റ്റ് ഫോൺ ഉപയോഗിക്കുന്നു, അവരെ ചുറ്റും ആളുകൾ ഓടിക്കൂടുന്നു, നമ്മൾ കരുതും അവർ ഹാപ്പിയാണ്. ആയിക്കൊള്ളണമെന്നില്ലല്ലോ. കാരണം ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് വളരുമ്പം അടുത്ത ബിസിനസ്സിലേക്ക് അവർ പുതിയ പുതിയ പ്രൊജക്റ്റിലേക്ക് കൈവെക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ടെൻഷനിൽ ഓടിപ്പോയിരിക്കും ചിലപ്പോൾ അവർ. അപ്പൊ പക്ഷെ അതേസമയം നമ്മളെ നാട്ടിലുള്ള ഒരു സാധാരണ ഡെയിലി ലേബർ, അയാള് ജോലിക്ക് പോകുന്നു, അയാള് ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം, ആളുടെ ലെവൽ അനുസരിച്ച് അയാൾക്ക് ഒരു EMI അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. ആളുടെ ലെവൽ അനുസരിച്ചുള്ള കാര്യങ്ങളുമായി കുടുംബവും നോക്കി, എന്നാൽ അതേ ആള് തന്നെ നാട്ടിലെ ചില ആളുകളെ സഹായിക്കാനൊക്കെ ആയിട്ട് ആ രീതിയിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ലൈഫ് സാറ്റിസ്ഫൈഡ് ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാരഡോക്സ്, ഈ ഒരു കൺസെപ്റ്റിനെ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള അല്ലെങ്കിൽ സംതൃപ്തി എന്നുള്ള അതിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇൻകം ഉള്ളതിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരിക, അല്ലേ? ആ ഇൻകം എന്നുള്ളത് മാറ്റി ഇപ്പോൾ പിന്നെ റോസാർ സൂചിപ്പിച്ച പ്ലഷർ, അതുപോലെ ഹാപ്പിനെസ്, അതിലേക്ക് നമ്മൾ ആ ഡിസ്കഷനിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇതിലേക്ക് വരേണ്ടത്. എപ്പോഴാണ് നമുക്ക് ലൈഫ് സാറ്റിസ്ഫൈ ആവാൻ പറ്റുക, നമ്മൾ തൃപ്തി അടയാൻ പറ്റുക? അവിടെ നമ്മൾ ഇൻകം മാത്രം ഫോക്കസ് ചെയ്യാതെ ലൈഫിൻ്റെ ഒരുപാട് മറ്റ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഡൊമൈൻസ് ഉണ്ട്, ഏരിയാസ് ഉണ്ട്, അതിലേക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സ്വിച്ച് ഓൺ ചെയ്യണം. അപ്പം ഉദാഹരണത്തിൽ ഇൻകം എന്നുള്ള ഒരാൾ, അയാൾ അത് പിന്നെ നന്നായിട്ട് ചിലപ്പം ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. അയാൾ കിട്ടുന്ന ക്യാഷൊക്കെ അങ്ങ് ഫുഡ് കഴിച്ച് അത് ഹാപ്പി പ്ലഷർ എന്ന് പറഞ്ഞാൽ അങ്ങ് പോകും. പക്ഷേ കുറച്ച് കഴിഞ്ഞാലോ അയാൾക്ക് അസുഖം വന്നു, അത് ആളുടെ ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനൊന്നും ആൾ ശ്രദ്ധിച്ചില്ല. അപ്പൊ അവിടെ നമ്മൾ ലൈഫിന്റെ മറ്റ് ഏരിയ കൂടി ശ്രദ്ധിച്ചുകൊണ്ട് അതിനൊക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് പ്ലഷറിനെയും ഹാപ്പിനെസ്സിനെയൊക്കെ നമ്മൾ നോക്കി കാണുമ്പോൾ അതിനെ നമ്മൾ സീക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു സാറ്റിസ്ഫൈഡ് ലൈഫ് കിട്ടുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് കിട്ടിയാലും അതിൻ്റെ കൂടെ നമ്മുടെ മെന്റൽ ഹെൽത്തിൻ്റെയും ഫിസിക്കൽ ഹെൽത്തിനെ നമ്മൾ ശ്രദ്ധിക്കണം. ഫാമിലി റിലേഷൻഷിപ്പിനെ നമ്മൾ അതിൻ്റെ കൂടെ നോക്കണം. ഫ്രണ്ട് സർക്കിൾ അത് അതിനെ കൂടെ നോക്കണം. അതായത് സോഷ്യൽ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ വാല്യൂ, സ്പിരിച്വാലിറ്റി, അല്ലേ? അതിനും അതിൻ്റെ ആ സമയത്ത് നോക്കണം. നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് ആ സമയത്ത് തന്നെ കൊണ്ടുവരണം. നമ്മുടെ ഒരു ഓട്ടോണമി, സെൽഫ് എസ്റ്റീം, കിട്ടുന്ന ക്യാഷൊക്കെ ഇങ്ങനെ നമ്മൾ തോന്നിയ പോലെ ചിലവഴിച്ച് അവസാനം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൾഫുകാർ, അവിടുന്ന് കിട്ടുന്ന ക്യാഷൊക്കെ ഇങ്ങനെ അയച്ചു കൊടുത്ത് അവസാനം ഒരു വീടുണ്ടാക്കാൻ ആൾ മറന്നുപോയി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു സെറ്റിൽ ആവാൻ ഒരു ഓട്ടോണമി ആൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ, പ്ലഷർ സീക്കിങ് ഹാപ്പിനെസ്സിനൊക്കെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ലൈഫ് സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റില്ല. അവിടെ
ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഈസ്റ്റർലിൻ അതിലേക്ക് വരാൻ ആദ്യമായിട്ട് എനിക്കൊരു ജോലി കിട്ടി. ആ ജോലി കിട്ടുമ്പോൾ തന്നെ എനിക്കൊരു ലൈഫിൽ ഞാനൊരു പ്ലാൻ സെറ്റ് ചെയ്തു. കാരണം അങ്ങനെ ഒരു ഡിസിപ്ലിൻ ലൈഫിലുള്ള ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ആള് ജോലി കിട്ടുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് വളരെ ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. സാലറി കിട്ടി ഉടനെ തന്നെ എനിക്ക് എൻ്റെ നില മറന്നുകൊണ്ട്, ലെവൽ മറന്നുകൊണ്ട് ഞാൻ ഒരുപാട് EMI-കളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ലൈഫ് അത് കുളം തോന്നുള്ള സംശയമില്ല. അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് കിട്ടിയ എമൗണ്ട് അവിടെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും എനിക്ക് എൻ്റെ കാര്യങ്ങൾ റെഡിയാക്കാൻ പറ്റും. എങ്ങനെ? എനിക്ക് എൻ്റെ കാര്യത്തിന് ഫാമിലി, അതുപോലെ തന്നെ ഫാമിലിക്ക് വേണ്ടി, എൻ്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി. ഇവിടെ നമ്മൾ ഇപ്പോൾ യൂസ്വലി അവരുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഈ ഒരു സമയത്ത് കഴിഞ്ഞാൽ അവർ ചാറ്റിലേക്ക് പോവാണ്. അതിൽ രണ്ട് കാരണമുണ്ട്. ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു സമയത്ത് കഴിഞ്ഞാൽ കുറേ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് എങ്ങനെയൊക്കെ മറ്റു ലെവലിലേക്ക് പോകണം. അപ്പോൾ ഫെയിം, പോപ്പുലാരിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയുള്ള ചില വഴികളിലേക്ക് പോകും. കാരണം അത് ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റൊരു ഡൊമൈനാണ് സ്റ്റാറ്റസ് എന്നുള്ളത്. അപ്പോൾ ആ ഡൊമൈൻ കിട്ടാൻ വേണ്ടി അവർ ചെയ്യും. ചില ആളുകൾ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ചാറ്റിലേക്ക് പോകും. അത് ശരിക്കും ഈ പറഞ്ഞ രീതിയിൽ മറ്റൊരു ഡൊമൈനിലേക്ക് നമ്മൾ പോകുന്നതോടുകൂടി അവിടെയും കൂടെ നമുക്ക് ഹാപ്പി, അതായത് ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ മാത്രം പ്ലഷറും ഹാപ്പിനെസ്സും നമ്മൾ സീക്ക് ചെയ്യുന്നതിന് പകരം ലൈഫിൻ്റെ എല്ലാ ഇതിലേക്കും ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അവിടെയൊക്കെ കിട്ടും. നേരെ മറിച്ച് ഒന്നിലേക്ക് മാത്രം പോകുമ്പോഴാണ് യൂസ്ഡപ്പ് ആവുന്നത്, നോർമലായി നമുക്കത് കിട്ടാതെ പോകുന്ന ആ ഒരു ഹാപ്പിനെസ് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാതെ ലൈഫ് ഒരു തൃപ്തി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ കാരണം എന്നാണ് സിമ്പിളായി ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ വെച്ചിടത്തോളം നമുക്ക് എന്തൊക്കെ കിട്ടിയോ അവിടെ ഈ ഇൻകം മാത്രമല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക. അതിനെ നമ്മുടെ ലൈഫിൻ്റെ മറ്റ് ഡൊമൈനുകളിലും കൂടെ നമ്മൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കിട്ടുന്ന എമൗണ്ട് അതിനെ നമ്മൾ പ്ലാൻ ചെയ്യുക. എന്നിട്ട് അത് മാത്രമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലൈഫിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് അതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബാലൻസ്ഡായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ലൈഫ് അത് വളരെ സാറ്റിസ്ഫൈഡ് ആകും. അതിനർത്ഥം എപ്പോഴും നമ്മൾ ഹാപ്പി ആവുക എന്നുള്ളതല്ല, എപ്പോഴും നമ്മൾ സന്തോഷമായിരിക്കുക എന്നുള്ളതല്ല. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും നമുക്കിത് നമ്മുടെ ലൈഫ് തൃപ്തിപ്പെട്ടു എന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പോൾ അവിടെ പറഞ്ഞത്രേ ഉള്ളൂ, ഈസ്റ്റേർലിൻ പാരഡോക്സ് എന്ന് പറയുന്ന തികച്ചും ഇൻകം അല്ലെങ്കിൽ മണി ബേസ്ഡ് ഹാപ്പിനെസ്സിനെ നമ്മൾ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് എന്താ പറയുക, ഈസ്റ്റേർലിൻ പറഞ്ഞ ആ ഒരു പാരഡോക്സ് എന്നുള്ളതിനെ ഇല്ലാതാക്കാൻ പറ്റും. അതൊരു പാരഡോക്സ് അല്ല, ആനുപാതികമായി നമ്മുടെ ഇൻകം കൂടുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് കൂട്ടാം എന്നുള്ളതിലേക്കാണ് ഞാൻ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ഈ ഒരു വാക്കോടെ വൈൻഡപ്പിയാണ്. എനിക്ക് റൌഫ് സാർക്ക് മുമ്പ് ഇതിനെപ്പറ്റി പഠിച്ച ഒരു ആളെന്ന നിലയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ആഡ് ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റ് ഡിസ്കഷനിലേക്ക് പോകാം. റൌഫ് സാർ പ്ലീസ്. ഹലോ. ഓക്കെ 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 സാർ, താങ്ക് യു. റൌഫ് സാർ ഒരു വേറെ മീറ്റിങ്ങിലാന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ ഈ ഒരു ടോപ്പിക്ക് അദ്ദേഹം ഇതിന്റെ മറ്റു ലെവലും കൂടെ ഈ പ്ലഷർ ഹാപ്പിനെസ്സും കൂടെ വരുമ്പോൾ പഠിച്ചാലെന്നുള്ളതാണ് അദ്ദേഹത്തോട് ഇൻവൈറ്റ് ചെയ്തത്. കാരണം അതൊരു വലിയ ഈ ഒരു വിഷയം തന്നെ നമുക്കറിയാം, ഈസ്റ്റേർലിൻ പാരഡോക്സ് എന്നുള്ളത് അത് വലിയൊരു ഡിസ്കഷനാണ്. ഓക്കെ, എന്നാൽ അതിൻ്റെ നമുക്ക് കിട്ടേണ്ടത് ആ ഒരു എക്കണോമിക് പാർട്ടല്ല. നമ്മളൊരു എസ്പെഷ്യലി വിമ്പിൾ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ലൈഫ് അതിൻ്റെ ഹാപ്പിനെസ് സാറ്റിസ്ഫാക്ഷൻ അതിലേക്കാണ് നമുക്ക് പോകേണ്ടതെന്നുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ അതിൻ്റെ ടോപ്പിക്കിനൊന്ന് ക്ലബ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഏതായാലും ഞാൻ ഈ ഒരു ടോപ്പിക്കോടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. സമയം എന്നാൽ തന്നെ ഒരു 5 മിനിറ്റ് എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ തുടർ ഫീഡ്ബാക്ക് ചർച്ചകളിലേക്ക് ഞാനിത് നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? ഹലോ. ഓഡിബിൾ ആണ് സാർ. Yes, sir. ഓക്കെ ഓക്കെ.
ആരെങ്കിലും ഫീഡ്ബാക്ക് പറയോ? ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നല്ല സെഷനായിരുന്നു. ഈ ഒരു ഹാപ്പിനെസ്സും പ്ലഷറും സാറ്റിസ്ഫാക്ഷനും നമ്മളത് എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ പലപ്പോഴും നമുക്കത് കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാല്, നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ ക്യാഷ് എങ്ങനെയാ പ്ലാൻ ചെയ്ത് ചിലവാക്കണം എന്നുള്ള ഒരു ഇത് ഇല്ലാണ്ട്, അതായത് ഇപ്പൊ ഒരു ആള് ലൈഫിലേക്ക് കടന്നു, ഒരാളുടെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് അവരെപ്പോഴും ആ ഒരു നിൽക്കുന്ന ആ ഒരു വീട്ടിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും. അപ്പോഴും സ്വന്തം ഒരു വീട് വെക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കാണ്ട് കുറെ കാലം ഇങ്ങനെ പോകും. പിന്നീട് അവരുടെ ശരിക്കുള്ള ഒരു പ്ലഷറിലേക്ക് അവർക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാം, അതിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുക വെച്ചാല് നമുക്ക് ആരോഗ്യമുള്ള സമയത്തുള്ള ആ ഒരു ഇതുണ്ടല്ലോ ചെയ്യുന്നത്, അധികം കടങ്ങളൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സാവകാശം പലപ്പോഴും ആരും എടുക്കുന്നത് കണ്ടിട്ടില്ല. അതിപ്പോ പാരൻസ് ആയാലും ഇപ്പൊ ഈ മക്കൾക്കായാലും അതിൻ്റെതായിട്ടുള്ള ഒരു തീരുമാനങ്ങളോ അങ്ങനെയല്ല. പെട്ടെന്ന് കുറെ കാലം ഒരുമിച്ച് നിന്ന് പിന്നെ മാറി ജീവിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ലോൺ എടുക്കുക, ഒരു വീട് വെക്കുക, പിന്നെ ഒരു ഇതില് ഇങ്ങനെ പെട്ടുപോകുന്നതായിട്ടും കാണാറുണ്ട്. അപ്പൊ അത് കറക്റ്റ് ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ കുറച്ചും കൂടെ നമുക്ക് അല്ലെ, ആ ഒരു വീട് വെച്ചു സമാധാനത്തിന്, അതുപോലെ തന്നെ ഈ ലോണുകളൊന്നും വരാണ്ട് ഇത് ചെയ്യാനുള്ള ആ ഒരു ഇത് വരുമ്പോ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ കുറച്ചും കൂടെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? അതെ 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 അതെ. അതെ. അപ്പൊ താങ്ക് യു ഷിജിന മാം. ശരിക്കും ഇതിലേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്പർ പറഞ്ഞു പോയതേ ഉള്ളൂ. ശരിക്കും നമ്മൾ ഡിഫറെൻറ്റ് ഡൊമൈൻസ് നമ്മളെ ലൈഫിൻ്റെ ഏരിയകൾ പറഞ്ഞല്ലോ. അതിലിപ്പോൾ മാം പറഞ്ഞത് നമ്മൾ ഒരു ഒരു ഫാമിലി എന്നുള്ള ആ നിലക്കുള്ളതാണ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ നമ്മൾ ഇതിൽ ഞാൻ പിന്നെ സമയത്തിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ വൈൻഡപ്പ് ചെയ്തത്. നമ്മളിപ്പോൾ ഫാമിലി നമ്മളെ റിലേഷൻഷിപ്പിലെ നമ്മളിപ്പോൾ മാരേജ് നമ്മൾ ആദ്യമായിട്ട് കല്യാണം ഇപ്പോൾ ഇതിലുള്ള എല്ലാവരും മിക്ക ആളുകളും മാരീഡ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യമായിട്ട് മാരേജ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ തുടക്കത്തിലൊരു ഹണിമൂൺ ആ ഒരു കാലഘട്ടം ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മളെ കപ്പിളിൻ്റെ കാര്യത്തിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നഷ്ടപ്പെടുമെന്ന് പറയാറുണ്ട്. ശരിക്കും ഈ പിന്നെ നമ്മൾ ഒരു ഭാഗത്ത് പറഞ്ഞത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഇൻകവും അതല്ലാത്ത നമ്മളുമാണ് അല്ലേ. നമ്മൾ മെറ്റീരിയലിസ്റ്റിക് അല്ല, നമുക്കൊരു ആത്മാവുണ്ട്. നേരെ മറിച്ച് ബാക്കിയെല്ലാം മെറ്റീരിയലിസ്റ്റിക് ആണ്, നമ്മൾ കാണുന്നതല്ല. അപ്പോൾ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയുള്ള ഒരാളും നമ്മളും തമ്മിലുള്ള ആ ഒരു റിലേഷനിൽ ആ മെറ്റീരിയലിസ്റ്റിക് ആയുള്ള ഇൻകത്തിനെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അത് നമുക്ക് തരുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്, അത് നമുക്ക് ഉൾക്കൊള്ളുന്നതിന് ലിമിറ്റ് ഉണ്ട്. നേരെ മറിച്ച് നമ്മളെ ചോദിച്ചാൽ ഫാമിലിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്പം എപ്പോഴും എന്താ പറയുക, ഇപ്പം ഒരു പിന്നെ കല്യാണം കഴിഞ്ഞു, തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് കഴിഞ്ഞ് ഇതിലിപ്പോൾ സാധാരണ പറയാനുള്ളൊരു തമാശയുണ്ട്. അതായത് നമ്മൾ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു കുറച്ച് കാലം ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കും എന്നാണ്. കാരണം അങ്ങനെയാണ്. കുറച്ച് കഴിഞ്ഞാൽ നേരെ ഇപ്പോൾ ഒരു കൊല്ലം എന്നൊക്കെ പറയും, ഒരു കൊല്ലം ആദ്യത്തെ ഒരു കൊല്ലം ഭാര്യ പറഞ്ഞത് ഭർത്താവ് കേൾക്കും, അടുത്ത കൊല്ലം ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കും, മൂന്നാമത്തെ കൊല്ലം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടി പറഞ്ഞത് നാട്ടുകാർ കേൾക്കും എന്നാണ് പറയാറുള്ളത്. കാരണം പ്രശ്നമാവും എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇവിടെ ഇപ്പൊ ഭാര്യ ഭർത്താവ് എന്നാൽ രണ്ടാളും മെറ്റീരിയലിസ്റ്റിക് അല്ല. ഓക്കെ, മെറ്റീരിയലിസ്റ്റിക് ആയുള്ള കാര്യങ്ങൾ മാത്രം ഡിപ്പെൻഡ്, അവരുടെ സൗന്ദര്യം അതുപോലെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതിലൊക്കെ ആവും. കാരണം അതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ പോകും. അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ ഈ ഒരു പിമ്പിളിൽ നമ്മൾ പല ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് എല്ലാം റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ കുറെ ഡിസ്കസ് ചെയ്താണ്. ഇവിടെ നമുക്ക് ആ ഒരു പുതുമ നിലനിർത്തി പോകാൻ പറ്റും എന്നുള്ളതാണ്. കാരണം അതിന് നമ്മൾ വേണ്ടത് ഈ പറഞ്ഞ രീതിയിൽ ലൈഫിൽ പലതരത്തിലുള്ള ചേഞ്ചുകൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ ചേഞ്ച് അല്ല, കപ്പിൾ റിലേഷൻഷിപ്പിൽ നമ്മൾ പലതരത്തിലുള്ള ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ആ രീതിയിൽ നമുക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലേ, നമ്മൾ ഒരേ ലെവലിൽ നിൽക്കുന്നതുകൊണ്ടാണല്ലോ പിന്നെ നമുക്കതൊരു ടൈമാണ്. അതായത് എന്നും ഒരേ റുട്ടീൻ ആകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നേരെ മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫാമിലി ആയിട്ട് ഇപ്പോൾ ഫാമിലി മക്കളൊക്കെ ആയി കഴിഞ്ഞാലും
മക്കളെ ഒരു ഭാഗത്തുണ്ട് കൂടെ ഹസ്ബൻഡ് വൈഫ് എന്നുള്ളതൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ഒരു യാത്ര വേറെ പോകാം, മക്കളെ കൊണ്ടുള്ള ഒരു യാത്ര വേറെ പോകാം. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. അല്ലെങ്കിൽ ഇടയ്ക്കൊരു എവരായാലും കൂടി ഒരു ഔട്ടിങ് അല്ലെങ്കിൽ ഫാമിലി പിന്നെ വീടുകളിലൊക്കെ നമുക്ക് പോകാം. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെയുള്ള പല കാര്യങ്ങളിൽ നമുക്ക് ചില ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ട് ലൈഫ് ഒരു മൊത്തത്തിൽ എന്നും ഒരു പുതിയ രീതിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹാപ്പിനെസ്സോടെ നിലനിർത്താൻ പറ്റും. കാരണം ഉദ്ദേശിച്ചത് മെറ്റീരിയലിസ്റ്റിക് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഉള്ളതല്ല നമ്മളെ ലൈഫ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത്. അവിടെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കമ്പാരിസൺ ഇപ്പോൾ സുജന പറഞ്ഞല്ലോ, ഇപ്പോൾ നമുക്ക് ഈ ലോണൊക്കെ എടുക്കാൻ നിർബന്ധിതമാണ്. എന്തുകൊണ്ടാണ്? നമ്മളെ നമ്മളെ അയൽവാസിയെ കമ്പയർ ചെയ്യുന്നു, നമ്മളെ ഫ്രണ്ട്സിനെ കമ്പയർ ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് കൂടുതൽ അതിനേക്കാളും മേലെ പോകണമെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി വെച്ചുകൊണ്ട് കഴിയൂല. അവിടെ നമ്മൾ ലോൺ എടുക്കുന്നു, യാതൊരു പ്ലാനും ഇല്ലാതെ അങ്ങ് പോയി അവസാനം ഫാമിലി മൊത്തം നമ്മളിപ്പോൾ പല ന്യൂസുകൾ കേൾക്കുന്നുണ്ട്, കുട്ടികളടക്കം വിഷം കൊടുത്തിട്ട് ഫാമിലി ലൈഫ് അവസാനിപ്പിക്കുന്ന അവസ്ഥ. അപ്പം അത് അവർ സാറ്റിസ്ഫൈഡ് അല്ല, സ്വാഭാവികമാണ്. കാരണം അവർ ഈ രീതിയിൽ പോകുന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ലൈഫിൻ്റെ ഓരോ ഡൊമൈനും ഈ വിഷയത്തിൽ എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും എന്താ പറ്റും, ലൈഫ് സാറ്റിസ്ഫാക്ഷനിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു സുജില മാം. താങ്ക് യു സർ. വെൽക്കം. സർ ചന്ദ്ര, തിങ് ഇസ് ഞാൻ ഈ ടോപ്പിക് ഇട്ടപ്പോൾ ചെറുതായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയത് എന്താ പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഇൻഡിവിജ്വൽ ഏൺ ചെയ്യാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ സർ പറഞ്ഞില്ലേ കൺട്രിയുടെ ഗ്രോത്ത്, അത് നമ്മൾ GDP വെച്ചിട്ടാണല്ലോ അനലൈസ് ചെയ്യുക. പക്ഷെ ആ GDP വെച്ചിട്ട് നമ്മുടെ കൺട്രി ഇപ്പൊ നല്ല പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് കൊണ്ട് ഒരു ഇൻഡിവിജ്വൽ ചിലപ്പോ അത്ര കൺട്രിയുടെ പ്രോഗ്രസ് ചിലപ്പോ കാണുന്നത് ഈ ഒരു കൺട്രിയുടെ പ്രോഗ്രസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോ ഒരു റിച്ച് ഗ്രൂപ്പ് ഉണ്ടാവും നമ്മളുടെ ഇടയിൽ, റിച്ച്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്. ചിലപ്പോ ഇതിന്റെ ഇമ്പാക്ട് ലോവർ ക്ലാസ്സിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ ഹാപ്പിനെസ് ഒരു കൺട്രിയുടെ GDP കൂടിയത് കൊണ്ട് നമ്മൾ മിഡിൽ ക്ലാസ്സോ ലോവർ ക്ലാസിന്റെ ഹാപ്പിനെസ് കൂടിയെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് ഹാപ്പിനെസ് കൂടിയെന്ന് പറയാൻ പറ്റും? അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം നമ്മൾ ഈച്ച് ഇൻഡിവിജ്വൽ റിയലൈസ് ചെയ്യുന്നത് ഈ മണി മാത്രമല്ല, സോഷ്യലൈസിങ്, നമ്മുടെ റിലേഷൻഷിപ്പ്, നമുക്കായിട്ടുള്ള കുറെ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, ഹോബീസ് ഉണ്ടാവും. ലൈക്ക് ഇപ്പോ എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുണ്ട്, പാട്ട് പാടാൻ ഇഷ്ടമുണ്ട്, കളിക്കാൻ ഇഷ്ടമുണ്ട്. ഇതായിരിക്കും നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് തരാം. സോ അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഇൻകം ഏൺ ചെയ്തു, അപ്പൊ എക്സൈറ്റഡ് ആയി, പിന്നെ കാണുന്നത് അത് നോർമലൈസ് ആയി, പിന്നെ നമ്മൾ പിന്നെ ഹാപ്പിനെസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് എവിടെയാ കിട്ടുക? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഹാപ്പിനെസ് കിട്ടുക. സോഷ്യലൈസിങ് ചെയ്യുക, ഫ്രണ്ട്സ് ആയിട്ട് ടൂർ പോവുക, ഇതൊക്കെയാണ്. അപ്പൊ അവിടെയാണ് ആ പാരഡോക്സ് നമുക്ക് കാണുന്നത്. സോ ഈ സർ പറയുമ്പോ ഈ രീതിയിലാണ് ഞാൻ ചിന്തിച്ചു. സോ ഐ തിങ്ക് ഇതൊരു നമ്മളെല്ലാരും ഒന്ന് ആലോചിച്ചിട്ട് റിയലി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കോൺസെപ്റ്റ് ആണ്. താങ്ക് യു ഫോർ ഗിവിംഗ് ലൈറ്റ് ഓൺ ദിസ് ടോപ്പിക് സർ. ഓക്കെ, വെൽക്കം ചന്ദ്ര മാം. മാം പറഞ്ഞ പോലെ ഇതിൽ ശരിക്കും ഈ ഈസ്റ്റർലിൻ ഇത് കോയിൻ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ക്രിറ്റിസിസം ഒക്കെ ആ സമയത്ത് വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ വെറുമൊരു പിന്നെ എന്താ പറയുക, ഇപ്പം നമ്മൾ കേൾക്കാറുണ്ട് രാജ്യങ്ങൾ അവരുടെ GDP ഉയർത്തി കാണിക്കുന്നു, ഫേക്കായിട്ട് കാണിക്കുന്നു, പലതും കേൾക്കാറുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇനി ഈ പറഞ്ഞ പോലെ റിയൽ ആയിട്ട് തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാവരും ഒരേപോലെ പ്രോഗ്രസ് ഉണ്ടാകുന്നു. ഇപ്പം പല രാജ്യങ്ങളും നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട്, അവിടുത്തെ ഒരു ഇൻഡിവിജ്വൽ ഇൻകം എന്ന് പറയുന്നത് വളരെ നമ്മളിവിടെ ഒരാൾക്ക് കിട്ടുന്ന സാലറിയുടെ ആ ലെവലിലേക്ക് വരെ ഇൻഡിവിജ്വൽ ആവറേജ് ഇൻകം വരെ വരുന്ന രാജ്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. അവിടെയും അവരെന്ത് ചെയ്യും, ഈ ഒരു പിന്നെ കൺസെപ്റ്റ് പ്രകാരം അവർ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ രീതിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ആ ഒരു നോർമലായി മാറി ഹാപ്പിനെസ് കുറയുന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, നമുക്ക് കൂടെ നമ്മൾ ആ ഒരു ഇൻകം ഉള്ളതിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ ഹാപ്പിനെസ് എന്നുള്ളത് മണി മാത്രമല്ല, അല്ലെങ്കിൽ ഇൻകം മാത്രമല്ല എന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ പാഷൻ്റെ പിന്നാലെ പോകാൻ, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറ്റും, നമുക്ക് ആ ഒരു ലൈഫ് സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ചന്ദ്ര മാം. ഗുഡ് മോർണിംഗ് സർ. എനിക്കിതിൽ വെൽക്കം. മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ രാജ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാൽ നമുക്കിത് ഇൻഡിവിജ്വൽ ആയിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ
ഒരുപാട് ഇൻകം നേടുക, സ്വത്ത് നേടുകയാണെങ്കിൽ ഒരു പരിധിക്കപ്പുറം നമുക്ക് ഇതിന്ന് ഈ പറഞ്ഞ ഹാപ്പിനെസ് കിട്ടാനില്ല. ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതലായിട്ടൊന്നും സന്തോഷിക്കാനില്ല. അപ്പം ഓരോ വ്യക്തിയും നമുക്ക് തീർച്ചയായിട്ടും നല്ല ജോലി വേണം, സമ്പാദ്യം വേണം, നമുക്ക് ജീവിക്കാനുള്ള സ്വത്തൊക്കെ വേണം. അതെ നമ്മുടെ ഫോക്കസ് തീർച്ചയായിട്ടും വെൽത്തിലായിരിക്കണം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റ് കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ റിലേഷൻസ്, സോഷ്യൽ ലൈഫ്, അതിലുകൂടെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ഇപ്പം എനിക്കൊന്ന് പ്രത്യേകിച്ച് നമ്മളൊരു 25 ഏജ്, ആ ഒരു ഏജ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഏറ്റവും നല്ല ജോലി, ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്, നമുക്ക് ഏറ്റവും ശമ്പളം തരുന്ന കമ്പനി ആരാണോ അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുക. അവിടെ നമ്മൾ ലൈഫ് ടൈം നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടോ എന്ന് നോക്കില്ല. ഒരു ദിവസം എത്ര മണിക്കൂർ ജോലി ചെയ്യണമെന്ന് നമ്മൾ നോക്കില്ല. നമ്മളെല്ലാം ബാക്കിയെല്ലാം ത്യജിച്ചിട്ട് ഈ സാലറി മാത്രം നോക്കിയിട്ട് പോകും ഒരു സമയത്ത്. എനിക്ക് തോന്നുന്നു നമ്മളൊരു 40s എത്തുമ്പോഴാണ് മനസ്സിലാവുക അതൊക്കെ വെറുതെ ആയിരുന്നു എന്നുള്ളത്. അപ്പം ഈ യങ്സ്റ്റർ ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സാലറി വേണം, നല്ല സാലറി വേണം തീർച്ചയായിട്ടും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അല്ലാത്ത കാര്യങ്ങൾക്കും കൂടെ സമയം കിട്ടുന്നുണ്ട്. നമ്മുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ, സാറ് പറഞ്ഞ പോലെ നമ്മുടെ പാഷന് അത്തരം കാര്യങ്ങളിലൊക്കെ സമയം സ്പെൻഡ് ചെയ്യാനും കൂടെ വർക്ക് ലൈഫ് ബാലൻസ് എത്രത്തോളം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്ന്, വലിയ മോശമില്ലാത്തൊരു ജോലി കിട്ടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു മൊത്തം ലൈഫ് സ്പാൻ നോക്കുമ്പോൾ ഒരു ആവറേജ് നമ്മുടെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ കണ്ടംനന്റ് എന്ന് പറയും, അതായത് സംതൃപ്തി സാറ് പറഞ്ഞത്, അത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നാണ് എനിക്ക് മനസ്സിലായത്. മറ്റേത് നമ്മൾ ഒരു സമയത്ത് നല്ല പോലെ സ്ട്രഗിൾ ചെയ്യും, എന്നിട്ട് എന്താ കിട്ടിയ, ഒന്നും കിട്ടിയില്ല. കുറേ കാലം സ്ട്രഗിൾ ചെയ്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക വെറുതെ ആയിരുന്നു ഇതൊക്കെ. കുറേ സമയം ഞാൻ അതെ അതെ അതിനായിട്ട് കളഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർക്കായിട്ട് കളഞ്ഞു, നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനായിട്ട് കളഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടി കളഞ്ഞു, ഇങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ പിന്നീട് നമുക്ക് അത് തിരിച്ചു പോകാനും പറ്റില്ലല്ലോ. അപ്പൊ തുടക്കം അതെ മുതലേ നമ്മുടെ ഫോക്കസ് എല്ലാത്തിലും വേണം എന്ന്, അതാണ് എനിക്ക് മനസ്സിലായത്. താങ്ക് യു സർ, നല്ലൊരു സെഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു. വെൽക്കം റോസ് സർ, വെൽക്കം. പിന്നെ ഇതില് ഞാൻ നമ്മൾ ഈ പ്രവാസികളെ കുറിച്ചും കൂടെ നമ്മൾ ഈ സമയത്തൊന്ന് ആലോചിക്കണം. കാരണം പലപ്പോഴും അതായത് നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ ഒരു അവയർനെസ് ഉള്ള ഒരാൾ, നമുക്ക് നമ്മുടേതായ ഒരു ലൈഫ് പോളിസി നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കും, അല്ലേ? ഉണ്ടാവണം എന്നാണ് ഞാൻ പൊതുവെ പറയാം. നമുക്ക് ലൈഫിനൊരു പോളിസി വേണം. ലൈഫ് പോളിസി എന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവുകയും നമ്മുടെ നില മറന്നുകൊണ്ട് നമ്മൾ ചെയ്യില്ല, അത് ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്യില്ല എന്നുള്ളൊരു ഇതൊരു എന്താ പറയുക, ഉറച്ച തീരുമാനം നമുക്കുണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല. ഇപ്പം നമ്മൾ ഒരു പ്രവാസിയാൻ തീരുമാനിക്കുന്ന ഒരാൾ, ഒരു നമ്മൾ കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ട് ഒരു വീടില്ല, ഒരു വീട് വെക്കണം. അത് കഴിഞ്ഞ് നമ്മളെ പെങ്ങന്മാരെ എന്നെ കല്യാണം, ഇപ്പോൾ സാധാരണ പറയുന്ന വാക്കാണ്, ഒരു പെങ്ങളുടെ അല്ലെങ്കിൽ പെങ്ങന്മാരുണ്ട്, അവരുടെ കല്യാണം, അങ്ങനെ ഒക്കെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ച് അവസാനം നമ്മളൊരു കല്യാണം കഴിക്കും. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യാണ്, അതുവരെ ഉണ്ടായ കടങ്ങൾ കൂട്ടാൻ വേണ്ടി പിന്നെ നമ്മളങ്ങനെ പോവാണ്. അവസാനം നമുക്ക് ലൈഫ് ഉണ്ടോ? ഇല്ല. നമ്മളായിട്ട് ഉണ്ടാക്കിയ എല്ലാം അവിടെ അവർ ലൈഫ്, ഫാമിലി ലൈഫും റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇവിടെ പൊതുവെ പറയാറുണ്ട് മരുഭൂമിയിൽ ഉരുക എന്നുള്ളത്. ശരിക്കും അത് നമുക്കൊരു പോളിസി ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കൂല, അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ല. പക്ഷേ എന്താ പറയുക, ഒരുപാട് ആളുകൾ ആ ലെവലിൽ ഉരുകി തീരുന്നുണ്ട്. അവസാനം നല്ല കാലം മൊത്തം അവിടെ ചിലവഴിച്ചിട്ട് നാട്ടിലേക്ക് അവർ വരുന്നപ്പോഴാണ് 50-ലും 60 ആ വരുമ്പോഴേക്ക് തന്നെ പല തരത്തിലുള്ള പ്രഷറും പല അസുഖങ്ങളായിട്ടാണ് അവർ വരുന്നത്. അങ്ങനെ വന്നിട്ട് അവർക്ക് സത്യം പറഞ്ഞാൽ അയാൾ മാത്രമല്ല, ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാസിയുടെ ഭാര്യയാണ് പൊതുവെ നമ്മളൊരു പലപ്പോഴും ഒരു ടോപ്പിക്കായി നമ്മൾ കേൾക്കാറുണ്ട്. ആ രണ്ടാളുടെയും പ്രയാസം ഒന്നാണ്. അത് തീരണമെങ്കിൽ ഈ പറഞ്ഞ ഒരു പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറഞ്ഞ ഇന്ന എത്ര വർഷം ഞാൻ അവിടെ നിൽക്കുള്ളൂ, എന്നിട്ട് ഞാൻ നാട്ടിൽ വരും, എന്നിട്ട് ജീവിക്കും, അല്ലെങ്കിൽ ആ നിലക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ പ്രവാസികളുള്ള ആളുകളും അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് കാലെടുക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഈ ഒരു പ്ലാൻ കൂടെ ഉണ്ടായാൽ ലൈഫ് അടിപൊളിയാവും. ഓക്കെ. നമ്മൾ ഇനി കൂടുതൽ ആർക്കെങ്കിലും ആഡ് ചെയ്യാണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് കൂടുതൽ ഇൻകം ഒക്കെ വരുമ്പോ നമ്മൾ കൂടുതൽ എന്താണ് സാധനങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആവുന്നതിന് പകരം സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന് പകരം നമ്മൾ നമ്മളുടെ എക്സ്പീരിയൻസുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലേ? നമ്മളുടെ യാത്ര ചെയ്ത് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന്, മറ്റുള്ളവരെ സഹായിക്കുന്നതിന്, അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ലോങ് ടേം ഹാപ്പിനെസ് ഉണ്ടാവണം, അല്ലേ? അതെ അതെ അതെ.
നല്ല ക്ലാസ് ആയിരുന്നു സാർ. ചിന്തിക്കാനുള്ള ഒരു വിഷയം തന്നെയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഓക്കെ, വെൽക്കം. സമയം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതലൊന്നും ഇല്ലെങ്കിൽ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പറയാട്ടോ. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ സാർ? ഓക്കെ. ഏതായാലും വളരെ സന്തോഷം. കാരണം വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഒരുപാട് ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ആഡ് ചെയ്തു. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഫീഡ്ബാക്ക് ആയിട്ട് ഗ്രൂപ്പിൽ അറിയിക്കുക. താങ്ക് യു.